ഇയാൾ ഇവിടെയും വന്നു. എന്താ മാധവൻ ചേട്ടാ? എന്നെ ഒന്ന് സഹായിക്കണം. എന്ത് പറ്റി? എന്നെ സഹായിക്കണം. എന്ത് പറ്റി? ആരെങ്കിലും കൊന്നോ? ഞാൻ ആരെ സഹായിക്കാം? എന്താണെങ്കിലും പറയും, ഞാൻ സഹായിക്കാം. എന്റെ രണ്ടാമത്തെ ഭാര്യ മാധവൻ ചേട്ടന്റെ ഭാര്യ വാടി എന്ത് ചെയ്യാന്? എന്നാണ് കൊണ്ടുപോയത്? ഒരു മാസമായി. ഞാൻ മാറ്റുപുരിയിൽ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. പോകുമ്പോൾ അവൾ വീട്ടിലുണ്ടായിരുന്നു. ഇത്രയും ദൂരെ ജോലിക്ക് പോകുമ്പോൾ അവരെ കൂടി കൂട്ടാമായിട്ടില്ലേ? ശേഖരയുടെ കോൺട്രാക്ട് പണിക്കാരാണ് ഞാൻ. ഞങ്ങൾ ഒരു 10-15 പേര് ഒരുമിച്ചാണ് താമസിക്കുന്നത്. അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. അവരെ തനിച്ചാക്കിയിട്ട് പോയതല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അവൻ തനിച്ചായിരുന്നില്ല. പിന്നെ തെക്കേ വീട്ടിലെ മേരി ചേച്ചി കൂട്ടിനാക്കിയിട്ടാണ് ഞാൻ പോയത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വിളിച്ചു പറയുക, മേരി ചേച്ചി ശരിയല്ല എന്ന്. ഒരുപാട് കിടന്നുറങ്ങും. ഒന്ന് പുറത്തേക്ക് പോകാൻ വിളിച്ചാലും എഴുന്നേൽക്കില്ല. അവിടെ എന്നോട് ചോദിക്കുക, ഞാൻ കിഴക്കേ വീട്ടിലെ ചെറുക്കനെ വിളിച്ചു കൂട്ടിന് കിടന്നിട്ടേ. എന്നിട്ട് ഞാനത് സമ്മതിച്ചു. നല്ല കേസായി. അവൻ കുഴപ്പക്കാരനൊന്നുമല്ല വക്കീലെ. അവനാണ് അവിടെ സിനിമയ്ക്ക് നാടകത്തിനൊക്കെ കൊണ്ടുപോകുന്നത്. അതും വളരെ നല്ല കാര്യമാണ്. സിനിമയ്ക്ക് നാടകത്തിനൊക്കെ കൊണ്ടുപോകേണ്ടത് മാധവൻ ചേട്ടനല്ലേ? അതൊക്കെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ശരിയാണ്. 1-2 പ്രാവശ്യം ഞാൻ അവിടെ സിനിമയ്ക്ക് നാടകത്തിനൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ചിലരൊക്കെ അവളോട് ചോദിച്ചു, അച്ഛനും മകളുമാണോ എന്ന്. അത് അവന്റെ നാണക്കേടായി. പിന്നെ അവൻ അവിടെ സിനിമയ്ക്ക് നാടകത്തിനൊക്കെ കൊണ്ടുപോകുന്നത്. അവൻ 2 പേരും കൂടെ ബൈക്കിൽ പോകുന്ന കാണാൻ നല്ല രസമാണ്. ഒരിക്കലും അവനോട് ചോദിച്ചാലോ, അവൻ പറയും മാധവൻ ചേട്ടന്റെ ഭാര്യയാണെന്ന്. അതെനിക്ക് അന്തസ്സാണ്. അവൻ ഏതാണ്? അവനെ കിഴക്കേ വീട്ടിലെ സുരേന്ദ്രന്റെ മകൻ അവക്കിലെ. ആ കുണ്ടാസാവൂല്ലേ? കുട്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് ഉപകാരിയാണ്. നമുക്ക് ഈ പ്രശ്നം പട്ടിക്കാരുമായിട്ട് എന്റെ ആദ്യത്തെ ഭാര്യ പോയപ്പോൾ ഞാൻ പള്ളി കമ്മിറ്റിയിൽ അറിയിച്ചു. ശരിയാക്കാമെന്ന് പറഞ്ഞ് 1-2 മാസം അവരെന്നെ പറ്റിച്ചു. പിന്നെ പള്ളിയിലച്ഛൻ പറയുക, അന്യ സമുദായക്കാരോട് നീ പോയവളെ എനിക്ക് എന്തിനാടാ എന്ന്. ഞാൻ പറഞ്ഞു, അച്ഛ അതൊന്നും കുഴപ്പമില്ല, എനിക്ക് അവിടെ തിരിച്ചു കിട്ടിയാൽ മതിയെന്ന്. അച്ഛൻ സമ്മതിച്ചില്ല. ഭാര്യയില്ലാത്ത വിഷമം എന്താന്ന് പറഞ്ഞാൽ ഈ അച്ഛന് മനസ്സിലാവുമോ? അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ പറയാം. നഷ്ടപ്പെട്ടത് എനിക്കല്ലേ? അതുമല്ല വക്കീലേ, ഇവിടുത്തെ കാര്യം പറ്റില്ല. അതെന്താ? ഇവിടെ ഞാൻ നേരവണ്ണം കെട്ടിയതല്ല. പിന്നെ ഇവിടെ കോളേജ് പഠിത്തം കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഒരുത്തിനുമായി സ്നേഹിച്ചു. അവർ കുറച്ചുനാൾ വാടകയ്ക്കാൻ താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഇടിച്ചു പോയി. വീട്ടിൽ ചെന്നപ്പോഴോ വീട്ടുകാരും അടിച്ചോടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത്. കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. എന്നെ കൂട്ടിക്കൊണ്ട് പോന്നാണ്. അപ്പോൾ കോളേജിൽ പഠിച്ചാണോ? സാറേ, കാണാനേ നല്ല മൊഞ്ചാണ്. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ശരി, മാധവൻ ചേട്ടൻ, ഞാൻ ആ സാബുമായിട്ടൊന്ന് സംസാരിക്കാം. അവനിപ്പോൾ എവിടെ ഉണ്ടാകുമെന്ന് മാധവൻ ചേട്ടൻ അറിയാമോ? അതെനിക്ക് അറിയില്ല വക്കീലെ. പക്ഷെ അവനോട് സംസാരിച്ചാൽ പോരാ, അവിടെ എനിക്ക് തിരിച്ചു തരാൻ പറയണം. ശരി, ഞാൻ വേണ്ട പിന്നെ സംസാരിക്കാം. വക്കീലേക്ക് വിശ്വാസം. ശരി.